ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു ഉണക്കമീൻ ഇട്ടിട്ടുള്ള ഒരു കറിയാട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5-6 പച്ചമുളക് എടുത്തിട്ട് ഇതുപോലെ നടു കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ആ പുളി അതിക്ക് തിരുമ്പി ഒഴിച്ചിട്ടുണ്ട്. പാകത്തിനുള്ള പുളി വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുളകും പൊടിയൊന്നും ഇട്ട് കൊടുക്കണില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ പച്ചമുളക് ഇട്ടിക്കുകയാണ്. ഇനി ആ കറി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും കുറച്ച് അയിലക്കുട്ടികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ കറിയൊക്കെ ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ അരക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും ഒരു 5-6 ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉണക്കമാന്തളൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിയൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ തിളച്ച് പച്ചമുളകൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഉണക്കമീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോഴേക്കും ഞാൻ ആ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങയിൽ വേറെ ഒന്നും ചേർക്കില്ല കേട്ടോ. ഈ ഉള്ളിയും ആ തേങ്ങയും മാത്രമേ ചേർക്കണുള്ളൂ. അപ്പോൾ മീനൊക്കെ ഇട്ടിട്ട് കറി അത്യാവശ്യം നല്ലതുപോലെ തിളച്ച് മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഈ തേങ്ങ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മീനൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുമാണ്. ഇത് കൂട്ടിയിട്ട് എത്ര ചോറുവാണേലും കഴിക്കട്ടെ. നമുക്ക് വേറൊരു കൂട്ടാനും വേണ്ട. അപ്പോൾ കറി ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ തേങ്ങ അരക്കുമ്പോൾ കട്ടിയിൽ അരക്കരുത്. കുറച്ച് ലൂസിൽ കുറച്ച് തേങ്ങ തോന വെള്ളത്തിൽ അങ്ങനെ അരക്കണം കേട്ടോ. ഇതൊന്ന് ചൂടാറുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കട്ടിയായി വരും. ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്. ഞാനത് ഓഫാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കറി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ.